സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ നമ്മെ ഏവരെയും നാഥൻ അവന്റെ മഹത്തായ ഫളിലുകൊണ്ട് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. മുഹറം മാസം നമുക്ക് നൽകുന്ന ഉപദേശവും താക്കീതും പ്രതീക്ഷകളും എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ഈ മാസത്തിലെ 9, 10 തീയതികളിലെ നോമ്പിന്റെ പ്രത്യേകതയും എന്തൊക്കെയാണ് എന്ന് നാം സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ 2 തലങ്ങളെ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ചരിത്രത്തിന്റെ ഈ 2 തലങ്ങളിൽ നിന്ന് അതിനെ വിശകലനം ചെയ്ത് നമുക്ക് ലഭിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങളും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക എന്നതാണ് ഉദ്ദേശം. ഒന്നാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിക്കുന്നു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ ഒക്കെയായി വന്നു ചേർന്നിട്ടുള്ള കുറേയേറെ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്നും ഇസ്ലാമിനെ അറിഞ്ഞ് പ്രവാചകന്റെ ദഅവത്തിൽ അല്ലാഹുവിൽ അവർ വിശ്വസിച്ച് പ്രവാചകനുമായി അവർ അഖബ ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. 2 അഖബ ഉടമ്പടികളാണ് തുടർച്ചയായ 2 വർഷങ്ങളിൽ നടക്കുന്നത്. മദീനയിൽ നിന്ന് വന്ന ആളുകൾ പ്രവാചകനുമായി, പ്രവാചകൻ മദീനയിലേക്ക് വരുന്ന പക്ഷം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊള്ളാമെന്നും പ്രവാചകന് വേണ്ടതായ എല്ലാ സുരക്ഷയും നൽകിക്കൊള്ളാം എന്നും പ്രവാചകനോടൊപ്പം ഉണ്ടാകും എന്നും പ്രവാചകനുമായി അഖബയിൽ കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ്, അടുത്ത വർഷങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നു. മദീനയിലേക്ക് വന്ന പ്രവാചകനെ ഹർഷാരവങ്ങളോടുകൂടിയാണ് മദീനക്കാർ സ്വീകരിച്ചത്. പ്രവാചകനെ സ്വവസതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം മത്സരിച്ചു. പ്രവാചകനെ മാത്രമല്ല, പ്രവാചകനോടൊപ്പം മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന ആളുകളെ തങ്ങളുടെ സഹോദരങ്ങളായി പരിഗണിച്ച് സമ്പത്തിന്റെ പാതി നൽകി കച്ചവടത്തിൽ പങ്കാളികളാക്കിയുമൊക്കെ അവർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഹിജറ 2ാം വർഷം പ്രവാചകൻ മദീനയിലെത്തി 2ാം വർഷമാണ് ബദർ സംഭവിക്കുന്നത്. ആ ബദർ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോടായി നടത്തുന്ന മുശാവറ നമുക്ക് ഓർമ്മയുള്ളതാണ്. മുഹാജിറുകൾ എണ്ണത്തിൽ കുറവാണ്. എണ്ണത്തിൽ കൂടുതലുള്ള അൻസ്വാറുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അൻസാറുകളുടെ പ്രതിനിധിയായിക്കൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞ വർത്തമാനം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. വല്ലദീ ബഅസക ബിൽ ഹഖ്, പ്രവാചകരെ, ഈ സത്യസന്ദേശവുമായി അങ്ങയെ അയച്ച ദൈവം തന്നെയാണ് സത്യം.
ലൗ ഇസ്തഅവത മിനൽ ബഹ്റ ലഖിദ്നാ അമാമക, അങ്ങ് ഞങ്ങളെയും കൊണ്ടുതാ ഈ കടൽ താണ്ടിക്കടക്കുവാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ലഖിദ്നാ അമാമക, പ്രവാചകരെ അങ്ങയോടൊപ്പം അങ്ങേക്ക് മുന്നിലായിക്കൊണ്ട് ഞങ്ങൾ ഈ കടലിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും പിന്നോട്ട് പോവില്ല. ഞങ്ങൾ പ്രവാചകനോട് വെച്ച വാക്കിൽ നിന്ന് ആ വാക്ക് ഞങ്ങൾ പാലിക്കാതിരിക്കില്ല. കരാർ ഉടമ്പടി ലംഘിക്കുകയില്ല. ഒരാൾ പോലും പിന്നോട്ട് പോവുകയില്ല. ബദറും ബദറിന്റെ ചരിത്രവും ഒക്കെ നമുക്കറിയാം. തുടർന്ന് അടുത്ത വർഷത്തിലാണ്, ഹിജറ 3-ാം വർഷത്തിലാണ് ഉഹുദ് സംഭവിക്കുന്നത്. ആ ഉഹുദിൽ എന്താണ് സംഭവിച്ചത് എന്ന ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. കുറെ ആളുകളെങ്കിലും ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ പാഞ്ഞെടുക്കുമ്പോ മനുഷ്യമതിലുകൾ തീർത്ത് തങ്ങളുടെ നെഞ്ചുകളെ കവചങ്ങളാക്കി പ്രവാചകന് സുരക്ഷയൊരുക്കിയ മുഹാജിറുകളെയും അൻസാറുകളുടെയും ചരിത്രം നമുക്കറിയാം. അവർ പ്രവാചകനോട് ചെയ്ത കരാർ പൂർത്തീകരിക്കുകയും പ്രവാചകനെ രക്ഷപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ വഫാത്ത് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത കരാർ അവർ സമ്പൂർണമായി പാലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ചരിത്രത്തിന്റെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏകദേശം ഹിജറ 60കളിലും 61കളിലും നടന്ന ചരിത്രത്തിലേക്ക് വഴിവെക്കുന്നതായ ചില സംഭവങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം മുആവിയ ഇബ്നു അബീ സുഫിയാൻ ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. മുആവിയക്ക് സിറിയയിലുള്ള ആളുകൾ ബൈഅത്ത് ചെയ്തു. എന്നാൽ കൂഫയിലുള്ള ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ് ബൈഅത്ത് ചെയ്തത്. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു രക്തരൂക്ഷിത വിപ്ലവം ഉണ്ടാകുമെന്ന് ഭയന്ന് ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ സ്ഥാനം ത്യജിച്ച് കൂഫയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയി. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത്ര മാത്രമായിരുന്നു: മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സംഘർഷം ഉണ്ടാകാൻ പാടില്ല എന്നത്. അതിനുശേഷം ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷമാണ് മുആവിയ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. തന്റെ മകനായ യസീദിനെ വരും കാല ഖലീഫയായിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ സഹാബിമാർ പലരും അതിന് എതിരായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സഹാബിമാർ യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്യുവാൻ തയ്യാറായില്ല. അവരെ നിർബന്ധിച്ച അവസരത്തിൽ അവർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോരുകയും അവിടെ വന്ന് സ്വസ്ഥമായ ജീവിതം നയിച്ചു പോരുകയും ചെയ്തു. എന്നാൽ ഇവരോടൊപ്പം യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്യാത്ത കൂഫയിലെ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് തുടരെ കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. അങ്ങ് കൂഫയിലേക്ക് വരണമെന്നും ഞങ്ങളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കണമെന്നും ഖലീഫയാകണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം കത്തുകളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടി മക്കയിലേക്ക് പ്രവഹിച്ചത്. അതിന്റെ ബാഹുല്യം വല്ലാതെ അധികരിച്ചപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഇബ്നു അഖീൽ എന്ന് പറയുന്ന തന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള പിതൃ സഹോദരൻ കൂടിയായിട്ടുള്ള മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫയിലേക്ക് സ്ഥിതിഗതികൾ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി കൂഫയിലേക്ക് പറഞ്ഞയക്കുന്നതായി കാണുവാൻ സാധിക്കും. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ കൂഫയിൽ എത്തിച്ചേരുന്ന സമയത്ത് 12,000-ഓളം വരുന്ന ആളുകളാണ്, പല ഗോത്രങ്ങളുടെ പ്രതിനിധികളായും അല്ലാതെയും 12,000-ഓളം വരുന്ന ആളുകളാണ് മുസ്ലിം ഇബ്നു അഖീലിനെ കാണുകയും അദ്ദേഹത്തിന്റെ കരം പിടിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ബൈഅത്ത് ചെയ്യുകയും ചെയ്തത്. ഇത് കണ്ടപ്പോ മുസ്ലിം ഇബ്നു അഖീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചു. കൂഫയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്, കൂഫയിലേക്ക് അങ്ങേക്ക് വരാം, ഇവിടെയുള്ള ആളുകളെല്ലാം അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ ഭരണം ആഗ്രഹിക്കുന്നവരും ഖിലാഫത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്തവരുമാണ്, അതുകൊണ്ട് അവിടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട്
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജറ 60 ദുൽഹിജ്ജ 8-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ യൗമു തർവിയയുടെ ദിവസം മക്കയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പ്രമുഖരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖ സഹാബികളുണ്ട് അവിടെ. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കൂഫയിലേക്ക് പോകരുത്. എന്നാൽ ഈ വന്ന കത്തുകൾക്ക് ഞാൻ എന്ത് മറുപടിയാണ് നൽകുക എന്ന ചോദ്യത്തിന് മുന്നിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട കുറെ ആളുകളും കൂഫയിലേക്ക് യാത്ര തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന വിവരം പറഞ്ഞ യസീദ് കൂഫയിലുണ്ടായിരുന്ന ഖലീഫയെ, ഗവർണറെ മാറ്റുകയും ഇബ്നു സിയാദ് എന്നു പേരുള്ള അതിക്രൂരനായ, അതിലേറെ കണിശക്കാരനായ, അതിലേറെ വക്രബുദ്ധിക്കാരനായ ഇബ്നു സിയാദിനെ കൂഫയുടെ ഗവർണർ സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തു. 17 ആളുകൾ മാത്രമായിട്ടാണ്, 17 ആളുകളെയും കൊണ്ടാണ് കൂഫയിലേക്ക് ഇബ്നു സിയാദ് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്, മുസ്ലിം ഇബ്നു അഖീലിന് അഭയം നൽകിയ ആളുകളുണ്ട് കൂഫയിൽ, അവരെ തിരഞ്ഞു പിടിക്കുകയും അവരെ ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടോ അവരെ വശംവദരാക്കുകയും അവരെ ഇതിൽ നിന്ന്, അഭയം നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. മാത്രമല്ല അവരിലെ നേതാക്കന്മാരെ തടവിലാക്കുകയും അവരുടെ ജനതയെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇബ്നു സിയാദിന്റെ പക്ഷത്തു നിന്ന് നടക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം മുസ്ലിം ഇബ്നു അഖീലിനെ തിരഞ്ഞുപിടിക്കുകയും അദ്ദേഹത്തെ വധിച്ചു കളയുകയും ചെയ്തു. കൂഫയിലുണ്ടായിരുന്ന ആളുകൾ ഇബ്നു സിയാദിന്റെ ഈ പ്രവർത്തനങ്ങളിൽ അവർ ഭയപ്പെട്ടുകൊണ്ടോ ഒക്കെ, പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയും ഭയപ്പെട്ടുകൊണ്ടുമൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു. ഇതൊന്നും അറിയാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നോടൊപ്പമുള്ള അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളും സഹോദരങ്ങളും മക്കളും ഒക്കെ ആയിക്കൊണ്ട് കൂഫയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ കൂഫയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിന് പുറത്തുള്ള, കൂഫയോട് അടുത്ത കർബലയിലെത്തുമ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ വിവരം അറിയുന്നത്. കൂഫയിലെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് എന്നും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഒക്കെയുള്ള വിവരം അറിയുന്നത് കർബലയിലെത്തുമ്പോഴാണ്. പക്ഷേ ആ കർബലയിലെത്തുമ്പോഴേക്ക് ഉമർ ഇബ്നു സഅദ് എന്ന നേതാവിന്റെ കീഴിലുള്ള ഇബ്നു സിയാദിന്റെ സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മറ്റും വളഞ്ഞിരുന്നു. എന്നിട്ട് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്, യസീദ് ഇബ്നു മുആവിയക്ക് ബൈഅത്ത് ചെയ്യണം. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവരോട് വെച്ച 3 ഓപ്ഷനുകളുണ്ട്. അതിലൊന്ന്, എന്നെ ഒന്നുകിൽ ദമാസ്കസിൽ ചെന്ന് യസീദ് ഇബ്നു മുആവിയയെ നേരിട്ട് സംസാരിക്കുവാൻ അനുവദിക്കണം, അതുമല്ല എങ്കിൽ മക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം തരണം. എന്നാൽ ഇതെല്ലാം നിരസിക്കുകയും ബൈഅത്ത് ചെയ്യുക എന്നത് മാത്രമാണ് മുൻപിൽ ഒരു ഓപ്ഷൻ എന്ന് ഇബ്നു സിയാദ് വ്യക്തമാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കർബലയിൽ 6ഓളം ദിവസമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ കർബലയിൽ ഉപയോഗിച്ചത്. ഭക്ഷണവും വെള്ളവും ഒന്നും നൽകാതെ നബിയുടെ പേരക്കുട്ടിയെയും കുടുംബാംഗങ്ങളെയും കൂടെയുണ്ടായിരുന്ന വിശ്വാസികളെയും എല്ലാം 6ഓളം ദിവസം ആ നാട്ടിൽ ഉപരോധിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിനെ തുടർന്നാണ് കൂടെയുണ്ടായിരുന്ന ആളുകളെ ഓരോരുത്തരെയായി ക്രൂരമായി കൊല ചെയ്യുന്നത്. ആ കൊല ചെയ്തതിന് ശേഷവും അപ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനോ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുവാനോ ആരും തയ്യാറായിരുന്നില്ല. എന്നാൽ ഷിമർ എന്ന് പറയുന്ന ഒരു പടയാളി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം സിനാൻ ഇബ്നു അനസ് എന്ന് പറയുന്ന മനുഷ്യൻ
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല കഴുത്തിൽ നിന്ന് വേർപെടുത്തി ഒരു താലത്തിൽ വെച്ച് തളികയിൽ വെച്ച് ഇബ്നു സിയാദിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. ചരിത്രത്തിൽ പറയുന്നത് കാണാം, ഇബ്നു സിയാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരു വടി കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികൾ അത് കണ്ടു നിൽക്കെ ഇബ്നു സിയാദിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇബ്നു സിയാദ്, അങ്ങ് ഈ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നത്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബൽസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുണ്ടല്ലോ, ഈ തലയുടെ ഉടമയുണ്ടല്ലോ, പ്രവാചകന്റെ പേരക്കുട്ടിയുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ കരുണയോടുകൂടി ലാളനയോടുകൂടി ആ തലയെ പ്രവാചകന്റെ മാറിടത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പ്രവാചകൻ അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി ചുംബിക്കുന്നതായും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തലയിലാണ് വികാരം കൊണ്ട്, വിദ്വേഷം കൊണ്ട് അങ്ങ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതായി ചരിത്രത്തിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് കർബലയുടെ ചരിത്രം. മുഹറം 10-നാണ് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങളെ, രണ്ട് തലങ്ങളെ മുന്നിൽ പറഞ്ഞു വെച്ചത് ഈ ചരിത്രത്തിൽ കുറെ സാമ്യതകളുണ്ട്, നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം 50, 51, 60, 61 വർഷം കഴിയുമ്പോഴേക്ക് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചുപോയ വലിയ അപജയത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ഇതിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയും തിരുത്താൻ കഴിയുകയും ചെയ്യണം. അവിടെയാണ് ചരിത്ര വായനകൾ നമുക്ക് ഉപകാരം ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പുറപ്പെടുന്നത് മദീനയിലുള്ള ആളുകളുമായി കരാർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാർ അവർ പൂർത്തീകരിച്ചു. മദീനയിലേക്ക് എത്തിയ പ്രവാചകനെ അവർ അവരുടെ സ്വശരീരം കൊടുത്തിട്ടാണ് എങ്കിൽ പോലും, അതുപോലും ആത്മസമർപ്പണം ചെയ്തിട്ട് പോലും പ്രവാചകനെ സംരക്ഷിക്കുവാൻ, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ സംരക്ഷിക്കുവാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അതുപോലെ തന്നെ മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ്, ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് കൂഫയിലുള്ള ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. എന്നാൽ ആ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സമയത്ത്, അദ്ദേഹത്തെ കൊല്ലാനൊരുങ്ങുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്തയച്ച ആളുകളെ സമീപിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ബൈഅത്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ കരാർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂഫയിലേക്ക് പുറപ്പെട്ടത്. എന്റെ കരാർ പാലിക്കാത്തത്? നിശബ്ദരായിരുന്നു അവർ നിശബ്ദരായി നിൽക്കുകയായിരുന്നു. ആ കരാർ അവർ പാലിച്ചില്ല. അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു 50, 51 വർഷം കഴിയുമ്പോഴേക്ക് നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കരാർ പാലിക്കുക എന്ന് പറയുന്ന മുസ്ലിമിന്റെ ആ ഗുണമുണ്ടല്ലോ, അത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിന് പല കാരണങ്ങളുമുണ്ട്. ഭൗതികമായ കാരണങ്ങളുണ്ട്. ഭൗതികമായ ലാഭങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആ കരാർ പാലനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. എന്നാൽ പ്രവാചകനോടൊപ്പം പ്രവാചകനുമായി കരാർ ചെയ്ത് ആ കരാർ പൂർത്തീകരിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ വചനം, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആരാണ് അവർ എന്നറിയോ? ഇത് യുബായിഊനക തഹ്ത അശ്ശജറ, ഒരു മരത്തിന്റെ ചുവട്ടിൽ, ബൈഅത്തുൽ റിദ്വാൻ എന്നറിയപ്പെടുന്ന മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ അങ്ങയുടെ കരം പിടിച്ച് ജീവൻ പോകേണ്ടി വന്നാൽ പോലും പ്രവാചകനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അങ്ങയോട് ബൈഅത്ത് ചെയ്ത, കരാർ ചെയ്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ, ഹൃത്തടങ്ങളിൽ എന്തൊന്നാണോ അവർ ആഗ്രഹിച്ചത് എന്നതിനെ കുറിച്ചും അള്ളാഹു അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് അള്ളാഹു സമാധാനം വർഷിപ്പിച്ചു. അവരിലേക്ക് അള്ളാഹു സുസ്ഥിതിയെ നൽകി. അവർക്ക് സമീപമായി കൊണ്ട് വലിയ വിജയം അവർക്ക് നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് കരാറ് പാലിച്ച, പ്രവാചകനോട് ബൈഅത്ത് ചെയ്തതിന് ശേഷം കരാറ് പാലിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് എങ്കിൽ തൊട്ടു മുൻപുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ കരാറ് പാലിക്കുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത ആളുകൾക്ക് അവർക്ക് ഭൂമിയിൽ സമാധാനം ഉണ്ടാവില്ല. മാത്രവുമല്ല, അതികഠിനമായ ശിക്ഷ കൊണ്ട് അവർ നാളെ പരലോകത്ത് അല്ലാഹുവിനാൽ ശിക്ഷിക്കപ്പെടും എന്നും വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചു. സഹോദരന്മാരെ, പറഞ്ഞത് നമ്മൾ എത്ര കരാറുകളാണ് ചെയ്യുന്നത് വ്യക്തികളോട്, അല്ലാഹുവിനോട്.
എത്ര കരാറുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ കരാറുകൾ പൂർത്തിയാക്കുന്നിടത്ത് വീഴ്ച വരുമ്പോ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു വേദന, അള്ളാഹുവുമായി ചെയ്ത കരാറ് ഞാൻ പൂർത്തീകരിക്കേണ്ടവനാണ് എന്ന് ചില വീഴ്ചകൾ വന്നു പോകുമ്പോൾ അള്ളാഹുവുമായി കരാറ് ചെയ്യാറുണ്ട്. പടച്ചവനെ, ഇനി ഞാൻ ആവർത്തിക്കില്ല, ഇത് അള്ളാഹുവുമായുള്ള കരാറാണ്. എന്നാൽ ആ കരാർ പാലിക്കാതെ പോകുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ കർബല ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കർബല ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടക്കൊല ചെയ്യപ്പെടും എന്നതല്ല. അതിനുമപ്പുറം അത്തരത്തിലുള്ള ഒരു ദുരിതത്തിലേക്ക് നമ്മൾ കടന്നുപോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 51 വർഷം കഴിയുമ്പോഴേക്ക് ആ ജനതക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു മാറ്റമുണ്ട്. ആ ജനത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തെ സ്നേഹിച്ചിരുന്ന സമയത്ത് അവർ പ്രവാചകനോടൊപ്പം നിന്നു. ആ ആദർശ സംരക്ഷണത്തിന് വേണ്ടി പ്രവാചകന് ചുറ്റും അവർ ഒരു മനുഷ്യ മതിൽ തന്നെ തീർത്ത് പ്രവാചകന് നേരെ വരുന്ന അമ്പുകളെ സ്വന്തം നെഞ്ചുകൊണ്ട് തടുത്ത് അവർ ആ ആദർശത്തെ സംരക്ഷിച്ചു. എന്നാൽ അവിടെ നിന്ന് കാലം മാറി ആളുകൾക്ക് ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടായപ്പോ ഭൗതികമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഭൗതികമായ സുഖങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ത്വരയുണ്ടായ സമയത്ത് അവിടെ അവർ ആദർശത്തെ വിട്ടുകളയുകയും ഭൗതികതയുടെ പിന്നാലെ പോവുകയും ചെയ്ത സമയത്ത് ആ കർബലയിൽ പിടഞ്ഞു വീണ് മരിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, സഹോദരന്മാരെ, ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. ആ ആദർശത്തെ മുറുകെ പിടിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ കലിമത്തു തൗഹീദ് ഉണ്ടല്ലോ, അതിനെയാണ് മുറുകെ പിടിക്കേണ്ടുന്നത്. ആ ആദർശത്തിന് എതിരായി നിൽക്കുന്ന ഏത് ഭൗതിക സാഹചര്യങ്ങളോടും ഇല്ല എന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, അരുത് എന്ന് പറയാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക എന്ന് കർബല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ വചനം, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്, ഉറച്ച വാക്കു പറഞ്ഞ് ആ ഉറച്ച വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക. ഫിൽ ഹയാത്തിദ് ദുനിയ വ ഫിൽ ആഖിറ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക. അതിനപ്പുറത്തേക്ക് ഭൗതികമായ ചില സുഖങ്ങൾ ലഭിക്കുമ്പോഴേക്ക് ഭൗതികമായ താൽപര്യ പൂർത്തീകരണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി ആരെങ്കിലും ഈ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നുണ്ട് എങ്കിൽ, ഇസ്ലാം പറഞ്ഞ ജീവിത ദർശനത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിത ക്രമത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അതിന് ന്യായീകരണം ചമക്കുന്നുണ്ട് എങ്കിൽ അവർ ഭയപ്പെടേണ്ടുന്നത് അള്ളാഹുവിന്റെ സഹായമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന തിരിച്ചറിവാണ്. ഈ രണ്ട് ചരിത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതും തിരിച്ചറിയേണ്ടുന്നതും ഉൾക്കൊള്ളേണ്ടുന്നതുമായ പാഠങ്ങൾ ഇതൊക്കെയാണ്. ഇത് മനസ്സിലാക്കാനും തിരുത്താനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ മുഹറം ഇനിയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വർഷങ്ങളിൽ മുഹറം ഇനിയും വരും, കഴിഞ്ഞു പോകും. നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടുമുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, കർബല ആവർത്തിക്കപ്പെടുമെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, രക്തരൂക്ഷിത കർബലയാണ് ആവർത്തിക്കപ്പെടാതിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോ, സോഷ്യൽ മീഡിയകളിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രക്തരഹിത വിപ്ലവമുണ്ട്. ഒരു തുള്ളി രക്തം പോലും പൊഴിക്കാതെ, ഒരു തുള്ളി രക്തം പോലും ആരുടെയും ചീന്താതെ, നാവുകൾ കൊണ്ട്, എഴുത്തുകൾ കൊണ്ട്, പേന കൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ രക്തം ചീന്തിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നന്മയിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ അവിടെ വെച്ച് എല്ലാം നിഗ്രഹിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് പറഞ്ഞു വെച്ചത് നമ്മൾ പരസ്പരം ആളുകളെ ഉപദ്രവിക്കുന്നില്ല എങ്കിലും അതിന്റെയൊക്കെ തലങ്ങൾ മാറി പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടി നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി ശരിയായ പാതയിലൂടെ ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ചില അത്യാചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെയുണ്ട്. മുഹറം 10 ചില ആളുകൾ അവരുടെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം നാമധാരികളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസം അവരിലേക്ക് കടന്നു വന്നത് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്ന ചരിത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം 4 വർഷങ്ങൾ കഴിയുമ്പോഴാണ് കൂഫക്കാർക്കൊരു ബോധോദയം ഉണ്ടാകുന്നത്, പ്രതികാരം ചെയ്യണം എന്ന്. അങ്ങനെ പ്രതികാരത്തിന് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട സ്ഥലത്തെത്തിയപ്പോ പ്രതീകാത്മകമായി അവർ അവരെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. വാളുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചും ചാട്ട കൊണ്ട് ദേഹത്തടിച്ചുമൊക്കെ ഈ രൂപത്തിലുള്ള പരിപാടി തുടങ്ങിയത് വിശ്വാസി സമൂഹമൊന്നുമല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹവുമായി കരാർ ചെയ്ത് ആ കരാർ ലംഘിച്ച് അവരുടെ മുന്നിൽ വെച്ച് അരുൺകൊല ചെയ്യപ്പെടുന്ന സമയത്തും നോക്കി നിന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ രൂപത്തിലുള്ള ഒരു ശിക്ഷ തുടങ്ങിവെച്ചത്. അതാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇന്നും പലരും കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വസ്തുത, മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ആദ്യത്തെ 10 ദിവസങ്ങളെ പലരും നെഹ്സിന്റെ ദിവസങ്ങളായിക്കൊണ്ടാണ് കണക്കാക്കുന്നത്. നെഹ്സിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളായിട്ടാണ് അവർ ഈ 10 കണക്കാക്കുന്നത്. നല്ല കാര്യങ്ങളൊന്നും ഈ 10 തുടങ്ങിയില്ല. വിവാഹ ആലോചന, വിവാഹ നടത്തിപ്പ് മുഹറം 10 കഴിയട്ടെ എന്നാ പറയാം. കാരണം കൊള്ളാത്ത ദിവസങ്ങളാണ് മുഹറമിലെ ആദ്യത്തെ 10. ഒരു പുതിയ കച്ചവട സംരംഭം ആരംഭിക്കാൻ എല്ലാം റെഡിയായി കഴിഞ്ഞാലും മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായി കാണുവാൻ, അതങ്ങോട്ട് തള്ളിവെക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു പുതിയ വീട് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഈ മുഹറം 10 തന്നെയും പല മേശരിമാരും പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു വീട് കുടിയിരിക്കുന്ന സമയത്ത്, അതിൽ താമസം തുടങ്ങുന്ന സമയത്ത് അത് മുഹറമിലെ ദിവസങ്ങളായി പോയാൽ, ആദ്യത്തെ 10 ദിവസങ്ങളായി പോയാൽ അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, നെക്സ്റ്റിന്റെ ദിവസങ്ങളാണ്, ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കുന്ന ഒരു രീതി, ഒരു വിശ്വാസം, അന്ധവിശ്വാസം മുസ്ലിം നാമധാരികളായ ആളുകൾക്കിടയിൽ ഇന്നും വ്യാപകമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു നഹ്സ് അവർ ആചരിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും അവർ ഉപരോധിച്ച, ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ച ദിവസങ്ങൾ അതായതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഈ ദിവസങ്ങളെയും ഈ കാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചവൻ റബ്ബാണ്. ആ അള്ളാഹുവിന്റെ പ്രവാചകൻ വഹി മുഖേനയും പറഞ്ഞു തരാത്ത ഏതെങ്കിലും ഒരു ദുശ്ശകുനമോ ഏതെങ്കിലും ഒരു പവിത്രതയോ ഒരു ദിനത്തിനോ ഒരു മാസത്തിനോ ഒരു വർഷത്തിനോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇസ്ലാം. ഒരു സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടു. ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് സൂര്യഗ്രഹണം സംഭവിക്കുകയും ചെയ്തു. ചില ആളുകളെങ്കിലും പറഞ്ഞു, പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടതിൽ സങ്കടം കൊണ്ടാണ്, അത് കാരണമായിക്കൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചത് എന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയെ അവർക്ക് മുന്നിൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് തിരുത്തി പറഞ്ഞ ഒരു വർത്തമാനം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അശ്ശംസു വൽ ഖമറു ലാ യൻതസിഫാനി ലിമൗതി അഹദിൻ വലാ ബിഹയാതി. സൂര്യനും ചന്ദ്രനും ഏതെങ്കിലും ഒരാളുടെ ജീവിതം കൊണ്ടോ ഏതെങ്കിലും ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. വലാകിന്നഹുമാ ആയതാനി മിൻ ആയാത്തില്ല.
പക്ഷെ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും. അത് ആരെങ്കിലും ഒരാൾ ജനിച്ച ദിവസമായതുകൊണ്ടോ ആരെങ്കിലും ഒരാൾ മരിച്ചതിന്റെ ദുഃഖം കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രഹണം ബാധിച്ചാൽ ചെയ്യേണ്ടത് ഇത് ആരുടെയോ മരണം കൊണ്ടാണ് എന്ന അന്ധവിശ്വാസത്തിലേക്ക് പോവുകയല്ല, നേരെ മറിച്ച് ഫസല്ലു, അതിന് ഇസ്ലാം നിശ്ചയിച്ച ഒരു നമസ്കാരമുണ്ട്. ആ നമസ്കാരം നിർവഹിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലെ അന്ധവിശ്വാസങ്ങളെ, അബദ്ധവിശ്വാസങ്ങളെ തിരുത്തുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിടയിൽ ഇന്നും ഈ രൂപത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് വളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വസ്തുതകൾ മനസ്സിലാക്കുകയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും യാഥാർത്ഥ്യത്തിനോടൊപ്പം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തെ മലീമസമായിട്ടുണ്ട് എങ്കിൽ അതിനെ കളങ്കരഹിതമാക്കി കൊണ്ടുപോവുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ, ഹിജ്രി വർഷത്തിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തെ മലീമസമാക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അബദ്ധവിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ചരിത്ര വസ്തുതകളെ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങളോടുകൂടി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട പ്രയത്നവും പ്രാർത്ഥനയും നിത്യവും നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പള്ളിയുടെ ദൈനംദിന ചെലവുകൾക്കും നടത്തിപ്പിനും വലിയ ഒരു തുക ചിലവ് വരും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ്. ഓരോരുത്തർക്കും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് കഴിയും വിധം അതിനോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടുപോയ ആളുകൾ അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അവരുടെ രോഗങ്ങളെ അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള മാറാവ്യാധികളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات